ആരായി കിടക്കണത്? ഒറ്റക്കെട്ടില് തവള കുഞ്ഞ് കിടക്കണ വനെയുണ്ട്. ആരാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയടാ, നിനക്കെന്നെ മനസ്സിലായില്ലെന്ന്. ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്കാൻ. നിനക്കോർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂൾ ആനിവേഴ്സറിക്ക് പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചാട്ടേത്താ എന്നും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കദളിവായ കയ്യിലിരുന്ന് കർത്തവാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ വന്നാട്ടെ. എന്നിട്ട് 1ാം സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് തന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ. നീ കരയണ്ട. നിന്നെ കരയിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല. കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളവാക്കരുത് കേട്ടോടാ. നിന്റെ ചേട്ടൻ കരയാനാണ്, നീ എന്തിനാണ് അങ്ങനെ കരയണേ? അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായല്ലേടാ ഞാൻ. സൂപ്പർ ഉരുപ്പിടിയാണുള്ളത്. വെറുതെ അല്ല ഇയാളെ കോലം കിട്ടു പോയി. ചേട്ടന്റെ ഭാര്യയാണ്. ഇതാണല്ലേ ഭരതന്റെ 2ാമത്തെ കെട്ടിയോള് രാജമ്മ. രാജമ്മേ, ഞാൻ പറയാറില്ലേ നമ്മുടെ രാജമ്മേ. അല്ലാ, മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള നല്ല രസീവളമുള്ള ഭരതൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളം തമ്മിൽ തല്ലി കൊടുപ്പോ പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന് അന്തി ഉറങ്ങണം. ഇവളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ വല്ലപ്പോഴൊക്കെ? അത് മതി. മോളെ, ദേ നമ്മുടെ ഇത്ത. അవ్వా, ഇത് ഞമ്മടെ സീതമോളല്ലേ? പടച്ചോനെ, പണ്ട് ഞാൻ കാണുമ്പോ ഇത്രേ ഉള്ളൂ. നീ അങ്ങോട്ട് വളർന്ന് കൊന്നത്തെങ്ങോയായി പോയിട്ടൊരു മുത്ത. ചായ കുടിച്ചിട്ടാവാം. അല്ലെങ്കിൽ ഒരാരെങ്കിലും ഭർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന ഇടക്കോന്ന് പ്രശ്നമുണ്ടാകും. പണ്ടുള്ള പരിപാടിയുണ്ട്. വാങ്ങോളെ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ ഇനി മുതൽ നിങ്ങൾ രണ്ടാക്കും ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. എനിക്കത് മതി, അത് മതി. 280. ആദ്യ ദിവസം തന്നെ 280 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും. അപശകുനം പറയാതാടാ തെണ്ടിയുടെ മോനെ. പൊളിച്ചു കളഞ്ഞിട്ട് 5 സ്റ്റാർ ഹോട്ടലാക്കേണ്ടി വരുമെന്ന്. ഓ, എന്ന് എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ദിവസം 3 നേരം നല്ല ശാപ്പാട്, കയ്യിലും ബാങ്കിലും നിറയെ കാശ്, സഞ്ചരിക്കാൻ ഒരു AC കാറ്, കുടിക്കാൻ വിദേശ സ്കോച്ച്, പിന്നെ ഡെയിലി നല്ലൊരു ഉറക്കം. അത് ശരി, ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല, ഞാൻ വെറുതെ കരുതി. അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ, പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ. പിന്നെ എങ്ങനെ ഉരുട്ടണം? ഭരതേട്ടന്റെ മേളിലത്തെ പണിതീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കാം. ബെസ്റ്റ് ഐഡിയ. പക്ഷെ അത് 50-50 ഇല്ല. ഇല്ലേ? അങ്ങനെയാണ് ഞാൻ ഈ കുപ്പ അഴിക്കാൻ പോവാ. പദ്ധതി നടപ്പിലായ തരാവടാ. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും? തപ്പണം. അത് നേരാ. തപ്പാനും തടി തപ്പാനും ചേട്ടൻ കവിഞ്ഞിട്ടേ ആളുള്ളൂ. എന്താ? ബസ്സൊക്കെ നിർത്താതെ ഓടിച്ചു പോവാ. എനിക്ക് കോളേജിൽ പോവാൻ സമയമായില്ലേ? അതിനെന്താ, കേൾക്കോളൂ. ഈ വാൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടി കേട്ടോ. എനിക്കിത് കഴിഞ്ഞ മാസം ഡാഡി ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് തന്നതാ. ഞാൻ സാധാരണയായി ആർക്കും ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറില്ല. പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് തന്നതെന്ന് ചോദിക്കും. എന്തുകൊണ്ടാ? സത്യം പറയാലോ, താൻ
വണ്ടി കയറിയ നിമിഷം മുതൽ ഐ ഫോർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദി സ്റ്റിയറിംഗ്. വണ്ടി നിർത്ത്. ഫ്രണ്ടിൽ കയറാനായിരിക്കും അല്ലേ? അവിടെ വെച്ച് ബാക്കിൽ കയറി നന്നായിട്ടോ. ബുദ്ധിമതി. വണ്ടി നിർത്താൻ. എന്താ എന്താ കാര്യം? ഞങ്ങൾ വിൽക്കാൻ കൊടുത്ത വണ്ടി കയറി ഇരുന്നിട്ട് എന്നോട് അനാവശ്യം പറയുന്നു. പതുക്കെ പറ, ആൾക്കാർ കേട്ടാ തെറ്റിദ്ധരിക്കും. അയ്യോ, ഞാൻ എന്താ ഇവിടെ? ഏയ് ചുമ്മാ ഞാൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാ. എന്താ ഇവിടെ? ഞാൻ ഈ ആർക്കിടെക്ട് ചെറിയാനൊക്കെയാണ് ഇറങ്ങിയത്. അയാൾ മരിച്ചില്ല. പക്ഷെ ഇയാള് മരിച്ചിട്ടില്ല. സാർ ഞാനൊന്നും ചെയ്തില്ല. ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനിലെ പോയി. ഈ ടെൻഡർ സർജൻ എങ്ങോട്ടാണ് ഓടിപ്പോയത്? സാർ അയാൾ അതുവഴി പോയിട്ട് ആ 2ാം നില ചാടി കിടന്ന് അങ്ങോട്ട് പോയി. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കരുത്. ശരി സാർ. Come on. ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ സരസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു. വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ 303 റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ DIG വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടുകയല്ല, പരത്തുക വേണ്ടത്. കളറാസ്കൽ. ശരിയാ. ഈ ക്രിമിനൽസിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. ഏത് പത്രം? വാർത്തയുടെ ഇവിടെ. അത് വരന്മാരെ ആവശ്യമുണ്ടോ? അല്ല ഇവിടെ. അത് കാണാനില്ല. അവിടെ അല്ല, ദാ ഇവിടെ. അത് ചരമം. നീ എന്താ പറഞ്ഞത്? ഒരു വിരൽത്തുമ്പിൽ അമ്മയും മറ്റേ വിരൽത്തുമ്പിൽ അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയർ ആയെന്ന്. താണനിലത്തെ നീരോടു. താണനിലത്തല്ലടാ, പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീര് വീഴാൻ പോകുന്നത്. പ്ലീസ് വെറുതെ എന്നെ എങ്ങനെ മാറ്റിക്കരുത്. അവന്മാരോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും. താമസിക്കാൻ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് ശങ്കർ അറിഞ്ഞൂടെ? ശങ്കറല്ല, സാറെന്ന് വിളിക്ക. സാറെന്ന് വിളിക്കാൻ. സാറേ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? എടുക്കാൻ. വെള്ളമല്ല, ഞാൻ വിഷം എടുത്തു. നിന്നെ വെള്ളം ഒന്നും എടുക്കണ്ട. പക്ഷെ ഇന്ന് മുതൽ നിന്റെ ടെൻഡർ എമൗണ്ടില് 50-50, 80-20, 70-30, 60-40, 55-45, 50-50. വേണ്ടാന്ന് വെക്കുന്നു. തലക്കറി ഇരിക്കുക. തലയിൽ ആരും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല. അതല്ലെന്ന്, ആ സർക്കാർ സാറാമ്മ അവരിവിടെ തുറത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? ഇനി ആ താത്തയെ വിളിക്കാൻ തെറിയൊന്നുമില്ല. ചേട്ടാ, ഒരു എക്സാമ്പിൾ പറയാമോ? ഏറ്റവും കടുപ്പം കുറഞ്ഞ തെറിയാ. അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ? അസൂയ. അവിടെ കച്ചവടമില്ല, ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം. അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തരണം, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളേറ്റു. പിന്നെ നാളെ ഇവിടെ കാണില്ല. പിന്നെ എവിടെ കാണും? താഴെ കടയിൽ കാണും. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ഏറ്റു. എന്തിനാ ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ കറിയാക്കാൻ പോകുന്നത്? അതോ, ഇന്ന് മുതൽ നമ്മൾ 2 ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേട്ടനെയും താത്തയും സാറാമ്മച്ചേട്ടത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ഓഫ് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെ? ബെസ്റ്റ്. അപ്പൊ ജയ് ഫ്രോഡ്. ജയ് ഫ്രോഡ്. മനസ്സിലായി ചേർത്തി. ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ? അതേ മകളെ. ചേട്ടത്തിക്കൊരു ഭീഷണിയായി അവർ ഇനിയും അവിടെ കട നടത്തരുത്. അത്രയല്ലേ വേണ്ടു? അത്രേ വേണ്ടു മക്കളെ. വഴിയുണ്ട്. എന്തു വഴി? പറയാം. അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ്. നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയില് നമ്മൾ അവരറിയാതെ കുറച്ച് എലിപ്പാഷാണം മിക്സ് ചെയ്യുന്നു. അതെ, കാപ്പി കുടിക്കാനെത്തുന്ന 10-30 പേർ രാവിലെ 9:30 മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്തെ വെല്ലുന്ന ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു വീഴും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് 37 പേർ ഇഹലോകവാസം പിടിഞ്ഞു. കട നടത്തിയിരുന്ന താത്തയെ SI ഫൽഗുണ പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചേട്ടത്തി കേൾക്കാം. അയ്യോ വേണ്ട മോനെ, അവസാനം പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അകത്താവും. എന്നാൽ എലിപ്പാഷാണത്തിന് പകരം ഒരു 1/2 കിലോ പൊട്ടാസ്യം സയനൈഡ് കടലക്കരയിൽ മിക്സ് ചെയ്ത് കൊടുത്താലോ? നീ ഈ മണ്ടൻ ഐഡിയാസ് പറഞ്ഞ് ചേട്ടത്തി വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ചേട്ടത്തി, ഇപ്പൊ നല്ല ബെൽറ്റ് ബോംബ്, നമുക്കത് വെച്ച് ആ ഏരി മുഴുവൻ തകർത്ത് കളഞ്ഞു. അതൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലാക്കി തന്നാ മതി. അത്രേ ഉള്ള. ഇത് ആദ്യമേ പറഞ്ഞാ പോരെ. ഇവിടുത്തെ കച്ചവടം ഇരട്ടിയാക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് തരും?
എന്ത് വേണമെങ്കിലും തരാം. എന്തും എന്തും. എന്നാലും എന്ത് തരും? 2 പരിപ്പ് വട നിങ്ങക്ക് ഫ്രീ ആയിട്ട് തരാം. എന്തേ? ഓക്കെ ഓക്കെ, വഴിയുണ്ട് വഴിയുണ്ട്. ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ മന്ത്രവാദിയെ ഒന്ന് പോയി കാണണം. ആ മന്ത്രവാദി പറയുന്നത് അതേപടി ചേട്ടത്തി ചെയ്യണം. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും. ആ മന്ത്രവാദി എഴുത്തുകാരനാണ് കോർപ്പുളശ്ശേരി. അവിടെ ചെന്ന് ഈ ഭർഗോ ദേവസ്യ ധീമഹിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല.